Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിലെ 24th വീഡിയോ ആണ്. ഇന്നത്തെ മെനുവിൽ ഞാൻ ഉണ്ടാക്കിയത് വെണ്ടയ്ക്ക പാൽ കറി അല്ലെങ്കിൽ വെണ്ടയ്ക്ക മപ്പാസ്, ക്യാരറ്റ് തോരൻ, പിന്നെ ഉണക്ക ചെമ്മീൻ്റെ ഒരു ചമ്മന്തി. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് മെനു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് സോട്ടേ ചെയ്ത് എടുത്തു വെച്ചു. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണ അതേ പാത്രത്തിലിട്ട് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്തു. ഇത് രണ്ടും ഒന്നും ചോന്നതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുക. നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയാണത്. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. കറി റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുത്തിട്ട് അത് ഈ വെണ്ടയ്ക്കയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി. അടുത്ത ക്യാരറ്റ് തോരനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ക്യാരറ്റിൽ ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുത്ത് വേവിച്ചെടുക്കുക. ക്യാരറ്റ് വെന്തതിന് ശേഷം തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം എന്നിവ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി. അടുത്ത ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, കശ്മീരി മുളക് പൊടി, മാങ്ങ, ഉപ്പ് എല്ലാം കൂടി ഒരു മിക്സിയിലെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പകരം പുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കുക. അടുത്തതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ചതയ്ക്കുക. കറിവേപ്പില ചേർത്തു. അതും കൂടി ഒന്ന് ചതച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡി. അപ്പോൾ ഇന്നത്തെ സൂപ്പർ സിമ്പിൾ ലഞ്ച് മെനു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.